ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഗോൾഡിലേക്ക് വരാം. ഗോൾഡ് ഈ മാസം എന്താണ് ചെയ്തത്? ഈ മാസം ഓപ്പൺ ചെയ്ത് പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് പോയി. പക്ഷേ പ്രീവിയസ് മന്തിൻ്റെ ഒരു ഹൈ പോലും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 2 മാസമായിട്ടൊരു ഇൻസൈഡ് മൂവ് ആണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിലത്തെ ആ ക്യാൻഡിലിന് ശേഷം പ്രൈസിന് പുതിയ ഒരു ഹൈ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 2 ക്യാൻഡിലും വന്നിരിക്കുന്നത് ഇൻസൈഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേയുടെ നോക്കാം, വീക്കിൻ്റെ നോക്കാം. വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ബുള്ളിഷിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും ആ ബുള്ളിഷിലേക്ക് വന്നത് കംപ്ലീറ്റ് തന്നെ പ്രൈസ് തിരിച്ചു. മൺഡേ ഓപ്പൺ ചെയ്തപ്പോൾ ബുള്ളിഷിലേക്ക് വന്നെങ്കിലും തിരിച്ചു പ്രൈസ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ തന്നെ പറഞ്ഞതാണ്, മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പ്രൈസ് ബുള്ളിഷിലേക്ക് പോവാം. ബുള്ളിഷിലേക്ക് പോയി ഈ ഒരു ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് പിന്നീടുള്ള നോൺ ഫാം പെയറിനോളിന് ശേഷം പ്രൈസ് ചിലപ്പോൾ കയറി വരാം. പക്ഷേ നോൺ ഫാം പെയറിന് മുമ്പ് തന്നെ പ്രൈസ് ഇവിടെ വന്നു, ആ ലിക്വിഡിറ്റി എടുത്ത് പോയി. അതിൻ്റെ റീസൺ നമുക്ക് 4 ഹവറിലേക്ക് പോകാം. പ്രൈസ് ഈ ലോയിലേക്ക് വരികയാണെങ്കിൽ ഇച്ചിരി ഏറ്റവും നല്ലൊരു ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോയ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടി പ്രീവിയസ് ഈ ഹൈ വരെ നിങ്ങൾക്ക് ബൈ നോക്കാം. നല്ലൊരു ബൈ ആയിരിക്കും അത് കിട്ടുന്നത്, ഈ ഒരു ഇൻറ്റേർണൽ, ഈ ഓർഡർ ഫ്ലോയുടെ ഈ ഒരു ഇൻറ്റേർണൽ. അല്ല, നമുക്ക് 4 ഹവറിൻ്റെ വെച്ച് നോക്കണമെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിച്ചേക്കണേന്ന് പറഞ്ഞാൽ 4 ഹവറിൻ്റെ OBയിൽ നിന്നാണ് പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ വന്ന് കയറിയത് അല്ലേ. പക്ഷേ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് തന്നപ്പോൾ ഞാൻ ഓർത്തത് നല്ല സ്ട്രോങ് ആയിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് വന്ന് തിരിച്ചിങ്ങാണ്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചത്? നമ്മൾ വിചാരിച്ച പോലെ പ്രൈസ് ഈ ഒരു ഈ പറയുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ എടുത്ത് പ്രൈസ് തിരിച്ച് കയറി വന്നു. പക്ഷേ ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബാണ് എടുത്ത്. ഇവിടെ നിന്നാണ് നമുക്കൊരു നല്ലൊരു സെല്ലുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തതും സെക്ഷൻ്റെയും ഇത് വെച്ച് നോക്കുമ്പോൾ സെല്ല് വന്നപ്പോൾ നോക്കി ഇവിടെ നല്ലൊരു അടിപൊളി ഒരു IFC ക്യാൻഡിൽ ഫോം ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ നെക്സ്റ്റ് അതിൽ വന്ന് മിറ്റിഗേഷൻ നടത്തി താഴേക്ക് പോയി. പക്ഷേ പ്രീവിയസ് ലോ ഹിറ്റ് ചെയ്തിട്ടാണ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് തിരിച്ചു പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈ പ്രൈസ് ഒന്നും കൂടി എടുത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ലിക്വിഡിറ്റി പ്രൈസ് കയറി എടുത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെനാരിയോയിൽ പ്രൈസ് ഒരു ഇൻറ്റേർണൽ ഐഡിയ ഒന്നും ഇല്ലാതെ പ്രൈസ് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പം ഇനി ചിലപ്പോൾ നെക്സ്റ്റ് മൺഡേ വന്നു കഴിയുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും പ്രൈസ് കയറിപ്പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബൈ നോക്കുകയാണെങ്കിൽ ബൈ നോക്കാവുന്നതാണ്. ആ സമയത്ത് ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ബൈ നോക്കാം. പിന്നെ 1 ഹവറിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിൽ തന്നെയാണ് 1 ഹവറിൻ്റെ സ്ട്രക്ചറും 50 മിനിറ്റ് സ്ട്രക്ചറാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് തരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു സെല്ലെന്നൊക്കെ നോക്കണേ 50 മിനിറ്റിൻ്റെ ഇൻറ്റേർണൽ ഐഡിയും എടുക്കുമ്പോൾ. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയാൽ പ്രൈസ് ഇപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് തന്നെയുണ്ട്, വീക്ക് മന്തൊക്കെ. അപ്പോൾ ആ രീതിയിൽ നിൽക്കണതുകൊണ്ട് തന്നെ പ്രൈസ് നമുക്ക് ബൈയിലേക്ക് സാധ്യതകൾ തരാം. എന്നാൽ പ്രൈസ് കുറച്ച് നാളായിട്ട് പ്രൈസ് ഒരു റേഞ്ചിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ 2 സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ബൈ സൈഡ് പരമാവധി നോക്കുക, അതേപോലെ സെല്ല് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സെൽ സൈഡ് നമുക്ക് നോക്കുന്നുണ്ട്. ഇപ്പോൾ മൺഡേ പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വന്നിട്ട് പിന്നീട് സംഭവിച്ചത് എന്താ, അങ്ങോട്ട് റേഞ്ചാണ്. ഫ്രൈഡേ ആയപ്പോഴത്തേക്കും പ്രൈസ് എന്ത് ചെയ്തു, നേരെ നോൺ ഫാം പെയറുകളുടെ പ്രൈസ് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ 2 സൈഡിലേക്കുള്ള ട്രേഡുകൾ നോക്കുക. അല്ല, പ്രൈസ് മൺഡേ ഈ ലോയ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു തകർപ്പം ബൈ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് പോകാം. നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിൽ നോക്കാം. ബ്രിട്ടീഷ് പൗണ്ടിൽ ഞാൻ അതേ ദിവസം തന്നെ നോൺ ഫാം പെയറിന് മുമ്പ് തന്നെ നമ്മൾ സെല്ലൊക്കെ നോക്കിയായിരുന്നു. ഏകദേശം കുറച്ച് ട്രേഡ്, എനിക്കൊന്ന് 1-2 ദിവസമായിട്ട് ട്രേഡ് ഞാൻ ചെയ്തുള്ളതെന്ന് തോന്നുന്നു. വളരെ കുറഞ്ഞ ട്രേഡാണ് ചെയ്ത് തന്നാൽ നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരാഴ്ചയും കൂടിയായിരുന്നു. നമുക്ക് മന്തിലേക്ക് നോക്കാം. മന്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, നമുക്ക് നല്ല ബുള്ളിഷിലാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പൗണ്ട് പോയിക്കണം. വീക്ക് നോക്കണമെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. പ്രീവിയസ് വീക്കിൻ്റെ ഹൈ എടുത്ത് പ്രൈസ് വന്നു ചെയ്തോ, ഇന്ന് പ്രൈസ് പുൾ ബാക്ക് എടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഡേ നോക്കാം, ഡേയിൽ എന്താ സംഭവിക്കണേ. നമുക്ക് പ്രൈസ് ബുള്ളിഷിലേക്കാണ് ഈ 5 ദിവസവും പോയതെങ്കിലും നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നായിരുന്നു പ്രൈസ് ആദ്യം റിയാക്ട് ചെയ്തത്. പക്ഷേ പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് പ്രൈസ് തിരിച്ച് കയറി വന്നു. പക്ഷേ വീണ്ടും ഇവിടെ എന്ത് സംഭവിച്ചു നിങ്ങൾ നോക്കിയേ. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഈ OBയിലുണ്ടായിരുന്ന പ്രീവിയസ് ഹൈ ലിക്വിഡിറ്റി ഗ്രാബാണ് നടത്തിയേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു IFC ക്യാൻഡിലൊന്നും പറയാൻ പറ്റില്ല, വിക്ക് താഴേക്ക്. പക്ഷേ നല്ലൊരു സിംഗിൾ ക്യാൻഡിൽ എന്ന് പറയാം. പക്ഷേ ചിലപ്പോൾ റിയാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പ്രീവിയസ് ലോ വരെയൊക്കെ ഇൻറ്റേർണൽ ഐഡിയമോ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈം ബൈ ചെയ്യുക. അങ്ങനെയാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെല്ല് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഏറ്റവും പ്രോബബിലിറ്റി ബൈക്കാണ്. അപ്പോൾ ഈ 4 ഹവറിൻ്റെ ഐഡിയ നല്ലൊരു എൻട്രിയാണ്, ആ ഒരു എൻട്രി കയറാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഹവറിൻ്റെ ഐഡിയ, നമ്മളിവിടെ നിന്ന് ഒരു സെല്ലെടുത്തായിരുന്നു, ആ സെല്ലാണ് ഈ പറയുന്ന 1 ഹവറിൻ്റെ ഐഡിയ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചത്. ഏറ്റവും മാക്സിമം എൻട്രി ആയിരുന്നു ഇതെടുത്ത്. ഏകദേശം ഒരു 1000 പിപ്പ് 100 പിപ്പ് ഇതിൽ നിന്ന് കിട്ടിയതാണ്. $1000 ഒറ്റ ട്രേഡ് ചെയ്ത് നമുക്ക് കിട്ടിയതാണ്. മൾട്ടിപ്പിൾ ടാർഗറ്റാണ് എല്ലാം വെച്ചിരുന്നത്.
നല്ലൊരു ട്രേഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബൈ കിട്ടുകയാണെങ്കിൽ, അല്ല ഈ 4 hour ഐഡിയും ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് ബൈ കിട്ടണമെങ്കിൽ ഈ വൈയൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ നോക്കുക. സെല്ലൊക്കെ എടുക്കണമെങ്കിൽ ഒരു പ്രീവിയസ് ലോ വരെയൊക്കെ മാത്രം ഹോൾഡ് ചെയ്യുക, അതിൽ കൂടുതൽ സെല്ല് ഹോൾഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് യൂറോ യു എസ് ടിയിലേക്ക് വരാം. യൂറോ യു എസ് ടിയിൽ എന്താണ് നമുക്ക് ഈ മാസം സംഭവിച്ചേക്കണം, ഈ ആഴ്ച സംഭവിച്ചേക്കണം നോക്കാം. നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ പോലെ തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, പക്ഷേ 2 മാസമായിട്ട് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ ബുള്ളിഷിലേക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്, എന്നാലും ബുള്ളിഷിലേക്കാവണം, വലിയ വോളിയം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈസ് പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ഒക്കെ എടുത്ത് പ്രൈസ് ഒരു ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 ദിവസം പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു റേഞ്ചിലാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു നല്ലൊരു ലിക്വിഡിറ്റിയൊക്കെ എടുത്ത് നിൽക്കണേയാണ്. പക്ഷേ വീണ്ടും പ്രൈസ് ബുള്ളിഷിലേക്ക് പോകാനാണ്. ഈ ഒരു സ്ട്രക്ചറൊന്നും വലിയ സ്ട്രോങ് ഒന്നും അല്ല. വീണ്ടും പ്രൈസ് താഴേക്ക് വന്നാൽ വന്നത്രേ ഉള്ളൂ. പക്ഷേ കൂടുതൽ പ്രയോറിറ്റി പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ മൂവ് ചെയ്യാനാണ്. നമുക്ക് 4 hourലേക്ക് നോക്കാം. 4 hourലേക്കാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഒരു ഇന്റേണലാണ്. കുറച്ച് ആളായിട്ട് 4 hourൻ്റെ ഇന്റേണൽ ഒരു ഐഡിയം പോലും എടുത്തിട്ടില്ല അല്ലേ. 1 hourൽ ഇതേ സിറ്റുവേഷൻ തന്നെ. അപ്പോൾ ബൈയിലേക്ക് കണ്ടോ, ഇവിടെ ബൈയിലേക്ക് ഇച്ചിരിയും കൂടി ലോങ് ടൈം ഉണ്ട്. എന്നാൽ സെല്ല് കിട്ടണമെങ്കിൽ സെല്ലും പരമാവധി എടുക്കാനായിട്ട് നോക്കുക. പക്ഷേ സെല്ലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ലോ വരെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ നോക്കുക. ബൈയും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളറിൽ ഈ കഴിഞ്ഞ വീക്ക് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ അതേ സെനാരിയോ തന്നെയാണ്. എല്ലാത്തിലും മന്ത് നോക്കുമ്പോൾ ബുള്ളിഷാണ്. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്താണ് സംഭവിച്ചേക്കുക? വീക്ക് നോക്കുമ്പോഴും പ്രൈസ് എന്താണ് ബുള്ളിഷാണ്. പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ട് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്, മന്തിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട് അല്ലേ. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേയിൽ ഒരു ഓബിൽ പ്രൈസ് തട്ടി ഒന്ന് റിയാക്ട് ചെയ്തു, പക്ഷേ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. കഴിഞ്ഞ മെയ് മുതൽ ഇപ്പോൾ വരെ ഏകദേശം ഒരു മാസമായിട്ട് പ്രൈസ് റേഞ്ചാണ്. എന്നാലും സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്, ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബയേഴ്സ് സ്ട്രോങ്ങിൽ നിൽക്കുന്നു, സെല്ലേഴ്സിൻ്റെ ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബൈ ഹോൾഡ് ചെയ്താലും വലിയ രീതിയിലൊന്നും ഹോൾഡ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ബൈയും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സെല്ലിനും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിലൊന്നും എടുത്തില്ല, ഞാൻ ട്രേഡ് ആകെ ബ്രിട്ടീഷ് പൗണ്ടിലും ഗോൾഡിലും മാത്രം വളരെ ചെറിയ ട്രേഡുകൾ എടുത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഈ 4 hourൻ്റെ OBയിൽ പ്രൈസ് വന്ന വേണ്ട 4 hourൻ്റെ ഈ OBയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. നമ്മൾ ഈ ഒരു OBയിൽ നിന്ന് ട്രേഡ് എടുക്കാൻ പറഞ്ഞതായിരുന്നു. ഇത് ഹോൾഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പല ആൾക്കാർ എടുത്തത് ഹോൾഡ് ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഒരു POയിൽ നിന്ന് ഇങ്ങോട്ടും ട്രേഡ് ചെയ്തിട്ട് ഇങ്ങോട്ടും. പക്ഷേ ഇത് നല്ല ട്രേഡായിരുന്നെങ്കിൽ ഇവിടെ ചിലർക്ക് ബ്രേക്ക് ഈവൻ എടുത്തിട്ടായിരിക്കും പ്രൈസ് പോയത്. ചില ആൾക്കാർക്ക് ഇവിടെ നിന്ന് വീണ്ടും കയറിയ ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാണ്. നെക്സ്റ്റ് ഇവിടെ വീണ്ടും നല്ലൊരു ക്യാൻഡിൽസൊക്കെ വന്നു. IFC ക്യാൻഡിലാണ് വന്നതുകൊണ്ട് IFC ക്യാൻഡിൻ്റെ പവർ നോക്കിയേ പ്രീവിയസ് ലോ വരെ പ്രൈസ് മൂവിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. ബൈയിലേക്കും സെല്ലിലേക്കും പരമാവധി നോക്കുക. ബൈയിലേക്ക് കിട്ടുന്നത് പരമാവധി നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രമാണ് എനിക്ക് പറയാനുള്ളത്. നാളത്തെ മാർക്കറ്റ് നോക്കിയിട്ട് വേണം വലിയ ട്രേഡുകളൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട്. മൺഡേ ശരിക്കും പറഞ്ഞാൽ നോക്കിയൊരു പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോയൊക്കെ ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത്രയും ഹൈ പ്രയോറിറ്റി പൊസിഷനിലൊക്കെ പ്രൈസ് വരികയാണെങ്കിൽ മാത്രം എടുക്കുക. ഇപ്പോൾ എക്സ്പെഷ്യലി ഞാനിപ്പോൾ നമ്മുടെ ഗോൾഡിൻ്റെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആ ഓർഡർ ഫ്ലോയുടെ റിയാക്ഷനിൽ തന്നെ പ്രൈസ് നിൽക്കുന്നത്. ആ ഓർഡർ ഫ്ലോയുടെ ടാർഗറ്റിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓർഡർ ഫ്ലോ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ നമുക്ക് നോക്കണമെങ്കിൽ ആ ഇൻറ്റേർണൽ ഐഡിയം എടുക്കണമെങ്കിൽ മാത്രം ലോങ് ടൈം ഒരു ബൈയും കൂടി നോക്കാവുന്നതാണ് ഈ പൊസിഷനിൽ. അപ്പോൾ നല്ലൊരു കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം അവിടെ നിന്ന് ബൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.